ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വാഗമണിലെ നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം നല്ല ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ നോക്കുമ്പോൾ ഞാൻ പുറത്തുള്ള വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, രാവിലെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ കോട ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് ചൂട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. നമുക്കിവിടെ ഒരു 8 മണി 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് തിരിച്ച് എങ്ങോട്ടായിരുന്നു, പാഞ്ചാലിമേടാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന സ്ഥലം. എൻ്റെ വീട്ടിൽ ഈ ഒരു സാധനത്തെ എണീപ്പിക്കുന്നതാണ് ഒരു വലിയ ചടങ്ങ്. എണീക്കടാ കിച്ചുവേ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം താഴോട്ട് എല്ലാവരുമായിട്ട്. എൻ്റെ അനിയൻ എണീറ്റിട്ടില്ല, അവൻ പിന്നെ ഒന്ന് കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നലെയൊക്കെ ഇവിടെ എത്ര ആൾക്കാരായിരുന്നല്ലേ. ഇപ്പൊ ഒരാളങ്ങോട്ട് പോകുന്നുണ്ട്. നിറഞ്ഞങ്ങ് തുളുമ്പി നിൽക്കുമായിരുന്നു. ഉണ്ടായിരുന്നോ? നമ്മളിവിടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് എത്തി. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ താഴത്തേക്ക് പോവാണ്. അതുകൊണ്ട് ഈ പൂളിപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. ഇന്നലത്തെ ഈ പൂളിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കും. ഇന്നലത്തെ ഇവിടുത്തെ ക്ലൈമറ്റും പൂളും ഒക്കെ ഇപ്പോൾ അതേ കാണിക്കാം. കണ്ടോ, ഇങ്ങനെയായിരുന്നു ഇന്നലെ. ഭയങ്കരമായിട്ട് കോടയൊക്കെ ഇറങ്ങിയിട്ട് മഴ പെയ്യുമ്പോൾ കോട അങ്ങോട്ട് മാറും, വീണ്ടും കൂടും. അങ്ങനെയായിരുന്നു. എല്ലാവരും പൂളിൽ ഭയങ്കരമായിട്ട് അറമായിരിക്കണം. വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു, നമ്മൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. എൻ്റെ അനിയൻ താണ്ട് അവിടെ നിന്നും തരച്ച് വിറയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഒരാൾ എന്നിട്ട് സ്വിം ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കും. ഇതൊക്കെ കണ്ട് ഞാൻ ശോകം അടിച്ച് നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. കാരണം എൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് വന്നിട്ടുള്ളതുകൊണ്ട് തൊലിയൊന്ന് പോയി. ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. എനിക്ക് കൂട്ടായിട്ട് പിന്നെ അഖിലേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ കരയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് അർമാദിക്കലായിരുന്നു. അതിൻ്റെ കൂടെ മഴയും കോടയൊക്കെ, ക്ലൈമറ്റും അടിപൊളി, വൈബും അടിപൊളി. ഇപ്പം എന്തൊരു ശാന്തമായിട്ട് കിടക്കുന്നു. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാൻ സമയമായി. പുട്ടും ബട്ടൂരയും കടലയും മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട ഓംലെറ്റും പറഞ്ഞു. പിന്നെ ഒരു കോഫിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നു. അടിപൊളി മഴ തോർന്നിട്ട് വേണം റൂമിലോട്ട് പോകാൻ. എന്നിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങുവാണ്. റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ പാഞ്ചാലിമേട് കാണാൻ പോവാം. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് വന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ദിവസത്തേക്ക് അവധി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രമാണിച്ച് എല്ലാവരും ഇങ്ങനെ ഒരു വെക്കേഷൻ മൂഡിലങ്ങ് ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. പയ്യതെ കോട കയറി വരുന്നുണ്ട്. കുറച്ച് മുന്നേ ഒന്ന് ചെറുതായിട്ട് ഒരു മഴ പോലെ ഒന്ന് പെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കോടയായി നിറച്ച്. ഇവിടെ ഡാൻസിനൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് അടിപൊളി. ഇവിടെ ഡാൻസ് ഒത്തിരി പേര് അങ്ങനെ കവറൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെ ഒരു ഡാൻസ് ഷൂട്ട് ചെയ്യണമെന്ന്. അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിലോട്ട് ബാക്കി എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തിരിക്കും. ഈ ഇത്രയും തണുപ്പത്ത് ഐസ്ക്രീം തിന്നുന്ന ഒരു വൈബ് അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ചുമ പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ കഴിക്കത്തത്. പക്ഷെ ഞാൻ പൊതുവെ എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ തണുപ്പത്താണ് തണുത്ത സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. എന്തുവാ, ഞാൻ എപ്പോഴേലും ഒരു വലിയ യൂട്യൂബർ ആവുകടാ. അപ്പം നീ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞതാണ്. ഞാൻ മാത്രമല്ല, ഇവർ ഇതുപോലെ ഐസ്ക്രീം കഴിക്കുന്നവരാണ്. അത് കണ്ടപ്പോൾ ഞാനും കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്.
ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത പോകാൻ പോകുന്നത് പരുന്തുംപാറയാണ്. പരുന്തുംപാറ പോയിട്ട് കാണാൻ പറ്റിയായിരുന്നു പരുന്തുംപാറയൊക്കെ. ആർക്കും ഇന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ. അതാണ് ഇങ്ങനെ നമ്മൾ പരുന്തുംപാറ വന്ന നല്ല തണുപ്പും ഭയങ്കര കോടയും. ജാക്കറ്റൊക്കെ ഇട്ടു ഒരാൾ പോയി. നമ്മൾ വന്ന വഴിക്ക് ഒന്നും കാണുന്നില്ല, റോഡ് ഒന്നും കാണുന്നില്ല, അതുപോലെ കോടയായിരുന്നു. മഴ പെയ്യുന്നുണ്ട്, ചെറിയ മഴയും. വാ സൂപ്പർ. എനിക്ക് തോന്നുന്നില്ല പരുന്തുംപാറ പോയിട്ടൊരു പരുന്തിനേലും കാണാൻ പറ്റുമെന്ന്. ഓ തണുപ്പ് മുറുക്ക് കഴിക്കാം. പൊക്കോണ്ടിരിക്കുകയാണ്, പോവാൻ തോന്നുന്നില്ല. മുതുക്ക് കഴിക്കാൻ പോവാൻ തോന്നുന്നില്ല. അടിപൊളി നിൽക്കാറുണ്ട് ഒരു ദിവസം കൂടെ അല്ലേ. ഓക്കെ, നമ്മൾ കഴിക്കാൻ വേണ്ടി ഇപ്പൊ കുട്ടിക്കാനത്താണ് വണ്ടി നിർത്തിയത്. കുട്ടിക്കാനത്ത് അടിപൊളി ക്ലൈമറ്റ്, എല്ലായിടത്തും അടിപൊളിയാണ്. പ്രത്യേകിച്ചൊന്നും എല്ലായിടത്തും പോടാം. കാണത്തില്ല, അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്, അവിടെ നിന്നൊക്കെ ഒന്നും നമ്മൾ കാണത്തില്ല. അതുപോലെ കോട ഇറങ്ങിപ്പോ സൂപ്പർ. അങ്ങനെ ഞാൻ ബിരിയാണി പറഞ്ഞു, അഖിലേട്ടൻ പൊറോട്ട എന്നുകൊണ്ടാണ് പറഞ്ഞത്, ഇതുവരെ വന്നിട്ടില്ല. പരുന്തുംപാറ പോയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അതുപോലെ മഞ്ഞിറങ്ങിയോണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചതേ പുറത്തോട്ടിറങ്ങി, വീണ്ടും മഴ. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് മുന്നോട്ട് വന്നു, നമ്മളവിടെ നിന്ന് നിർത്തിയിട്ട് ഈ വ്യൂ കണ്ട് നിർത്തിയാണ്. പിന്നെ തേയിലപ്പൊടി എന്തോ വാങ്ങിയത്, തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നു, അവരൊക്കെ അങ്ങോട്ട് പോയി. ഈ വ്യൂ കണ്ട് നിർത്തിയതാണ്. വ്യൂ കണ്ടിട്ട് നമ്മൾ നിന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. നമ്മളങ്ങനെ എല്ലായിടവും കയറി കണ്ട് ഇപ്പം ഏതാണ് മയിലാടി സ്ഥലത്ത് വന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ ബാക്കിൽ വിഷ്ണുചേട്ടൻ്റെ കൊച്ചിനടുത്ത് ഒരാൾ കിടന്ന് അമർന്ന് വെച്ചാണ്. അപ്പം ശരി, ബൈ. ആദ്യം അവൻ വല്ല ചെരവത്തടിക്ക് എടുത്ത് അടക്കിടിക്കും.